ഹായ് ഡിയർ വ്യൂവേഴ്സ്, IBSൻ്റെ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സോ ഇന്ന് RRB-NTPCയുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിരിക്കുന്ന 2 ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പം അത് ട്രിഗ്നോമെട്രിയിലെയും മറ്റൊന്ന് ഓൾജിബ്ര എന്നുള്ള ടോപ്പിക്കിലെയും 2 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ 2 നല്ല ലോജിക്കൽ 2 കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ എല്ലാവരെയും ഒന്നുകൂടെ വെൽക്കം ചെയ്യുന്നുണ്ടെന്നാണ്. നമുക്ക് ആരംഭിക്കാം നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക്. RRB-NTPT CBT1 16 ഫെബ്രുവരി 2021 ഷിഫ്റ്റ് 2 ചോദിച്ച ചോദ്യമാണ്. സോ ഓൾജിബ്രയുടെ ഒരു ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ ഈ ക്വസ്റ്റ്യൻ കാണുന്നവർക്കെല്ലാം അറിയാം ഈ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് എങ്ങനെ അതിനെ അപ്രോച്ച് ചെയ്യേണ്ട വേ എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യുമ്പോഴത്തേക്കിനും സ്റ്റുഡൻസ് എല്ലാവരും എന്താണ് 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓൾജിബ്രേക്ക് ഐഡൻറ്റിറ്റി പറ്റി അണ്ടർസ്റ്റാൻഡബിൾ ആയിരിക്കണം. നിങ്ങൾക്ക് ഓൾറെഡി ചെറിയ ക്ലാസ്സിൽ പഠിച്ചുള്ള അറിവുള്ള തന്നെ ഓൾജിബ്രേക്ക് ഐഡൻറ്റിറ്റി ഇവിടെ ഞാൻ പറയാൻ പോകുന്നത്. അതായത് ഞാനൊന്ന് ഇവിടെ നിന്ന് എഴുതുവാണെങ്കിൽ അത് a plus b the whole square, a plus b the whole square, which is equal to a square plus 2ab plus b square. And the next one, a minus b the whole square, which is a square minus 2ab plus b square. And these two are the identities. അപ്പോൾ ഈ ഐഡൻറ്റിറ്റിയെ ബേസ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇഫ് എച്ച് പ്ലസ് 1/x ഈക്വൽ ടു 7 ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് എച്ച് മൈനസ് 1/x എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ക്വസ്റ്റ്യനിൽ എച്ച് പ്ലസ് 1/xൻ്റെ വാല്യൂ 7 തന്നിട്ടുണ്ട്. എന്താണ് എച്ച് മൈനസ് 1/x എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 2 ഐഡൻറ്റിറ്റി മുഖേനയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണക്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ എസ് പ്ലസ് 1/x ഈക്വൽ ടു 7 ആയതുകൊണ്ട് തന്നെ ഞാനിവിടെ തന്ന ക്വസ്റ്റ്യനിൽ നമുക്ക് ക്വസ്റ്റ്യനകത്ത് തന്നിരിക്കുന്ന ആ ഒരു വാല്യൂ നമ്മൾ എന്ത് ചെയ്യുക അതിനൊന്ന് സ്കോർ ചെയ്യാൻ പോകും. അപ്പോൾ എക്സ് പ്ലസ് എന്ത് എഴുതാം 1/x കണ്ടോ. ഞാൻ അതിനെന്ത് ചെയ്യുന്നു ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്യുന്നു, വിച്ച് മീൻസ് സ്ക്വയറിങ് ഓൺ ബോത്ത് സൈഡ്സ്. സോ ഓൺ ദ റൈറ്റ് സൈഡ് വിച്ച് ഈസ് ഈക്വൽ ടു 7 സ്ക്വയർ. വേറെ ഒന്നും ചെയ്തില്ല. എസ് പ്ലസ് 1/x ദ ഹോൾ സ്ക്വയർ അതിനൊന്ന് സ്കോർ ചെയ്തു, റൈറ്റ് സൈഡിലും സ്കോർ ചെയ്തു ആണല്ലോ. അപ്പോൾ അതിനെ സ്കോർ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം ഇതിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. എന്ന് പറയുമ്പോൾ എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ മനസ്സിലാക്കണം എക്സ് എന്നുള്ളത് എയും 1/x എന്നുള്ളത് എന്താണ് ബിയും ആണ്. സോ അതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും വി ഗോട്ട് ഇറ്റ് ആസ് എച്ച് സ്ക്വയർ പ്ലസ് 2ab ആണ് ഇനി വരുന്നത്. 2ab 2 ഇൻറ്റു എ എന്ന് പറയുമ്പോൾ അത് എക്സും ബി എന്ന് പറയുമ്പോൾ എന്താണ് അത് 1/x ആണ്. 2ab പ്ലസ് എന്തെഴുതാം ബി സ്ക്വയർ ആണ്. പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ അവിടുന്ന് മനസ്സിലാക്കണം 1/x ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്തെഴുതിയാൽ മതി 1/x സ്ക്വയർ എന്ന് എഴുതിയത് ഉണ്ടോ. 1/x സ്ക്വയർ ഈസ് ഈക്വൽ ടു ഓൺ ദ റൈറ്റ് സൈഡ് വിച്ച് ഈസ് ഈക്വൽ ടു 49 ആണല്ലോ. അപ്പോൾ അനുസരിച്ച് അറിയാം നിങ്ങൾക്ക് ഇതിവിടെ നോക്കി ഇതിൽ ക്യാൻസലേഷൻ സംഭവിക്കുന്നുണ്ടോ. ദ എക്സും ഈ എക്സും ക്യാൻസൽ ആയിപ്പോയി. എക്സും ക്യാൻസൽ ആയിപ്പോയി. ഞാൻ ചെയ്യാൻ പോകുന്ന വേറെ ഒന്നുമല്ല. ഇവിടെ എക്സും ക്യാൻസൽ ആയി പോയതിനു ശേഷം ഇവിടെ എന്താ ലെഫ്റ്റ് ആകുന്നുള്ളൂ 2 ഉള്ളൂ. ഈ 2നെ എന്ത് ചെയ്യുന്നു അങ്ങ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ മൈനസ് ചെയ്യുമ്പോൾ നമുക്കറിയാം അവിടെ 49 മൈനസ് 2 വിച്ച് ഈസ് ഈക്വൽ ടു 47 എന്ത് ചെയ്യും റൈറ്റ് സൈഡിൽ വന്നോളും ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എഴുതാം ഇതിനെ എക്സ് പ്ലസ് എച്ച് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്ത് വന്നോളും അതിനെ 47 എന്ന് എഴുതാൻ സാധിക്കും. ഏത് രീതി ഉണ്ടല്ലോ എച്ച് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്ത് ഈ രീതി കൊണ്ടുവന്നു. നമുക്ക് വേണ്ടത് അപ്പോൾ മനസ്സിലാക്കണം എക്സ് മൈനസ് 1/x ആണ്. സോ ഞാൻ ഇതിനെ ഈ ഒരു ഫോമിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഇതാണ്. ഇവിടെ ഈ 2 സൈഡിലും എന്ത് ചെയ്യുന്നു ഞാൻ എന്ത് ചെയ്ത് 2 മൈനസ് ചെയ്യുക. 2 സൈഡിലും 2 മൈനസ് ചെയ്യുന്നു. ഇവിടെ എഴുതാം അതായത് സബ്സ്ട്രാക്റ്റിംഗ് 2 ഓൺ ബോത്ത് സൈഡ്സ്. ഇവിടെ ഒന്ന് എഴുതിയേക്കാം സബ്സ്ട്രാക്റ്റിംഗ് 2 ഓൺ ബോത്ത് സൈഡ്സ്. 2 സൈഡിലും 2 മൈനസ് ചെയ്യുക ബോത്ത് സൈഡ്സ്. അപ്പോൾ 2 2 സൈഡിലും മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് എങ്ങനെ വരുന്നത് നോക്കാം. നമുക്ക് അടുത്തൊരു പേജിൽ എഴുതാം അതിനെ എന്ന് പറയുമ്പോൾ എച്ച് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. ഇവിടെ എഴുതാം എച്ച് സ്ക്വയർ പ്ലസ് 1/x സ്ക്വയർ മൈനസ് 2. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ 2 മൈനസ് ചെയ്തു. ഇനി റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് പോകുമ്പോൾ 47 എന്ത് ചെയ്യണം ഇനി 2 മൈനസ് ചെയ്യണം. 47 മൈനസ് 2. സോ 2 സൈഡിലും എന്ത് ചെയ്തു 2 സബ്സ്ട്രാക്ട് ചെയ്തു മൈനസ് ചെയ്തു. ഓക്കെ. സോ ഇവിടെ ഇതിനെ ഒന്നും കൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് ഒന്ന് റീവട്ടൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ എഴുതാൻ പോകുന്ന രീതി ഇതാണ്. എച്ച് സ്ക്വയർ ഈ -2 ഇങ്ങോട്ട് ആദ്യം ചേർത്ത് എഴുതി -2 ഇൻറ്റു ഇവിടെ ഞാൻ എന്ത് ചെയ്യുന്നു ഒരു എക്സ് പുട്ട് ചെയ്യുന്നു.
ഇൻറ്റു എന്ത് ചെയ്യുന്നു ഒരു 1/8 ഫോം ചെയ്യാം. 2 ഇൻറ്റു എച്ച് ഇൻറ്റു 1/8 പ്ലസ് എന്താ എഴുതാം 1/h² ഉണ്ടോ, ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഈ ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താണ് അത് 45 എന്ന് വന്നോളും ആണല്ലോ ഉണ്ടോ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു ഐഡൻറ്റിറ്റി അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ ഐഡൻറ്റിറ്റിയും ഇതുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ അറിയാം. നോക്കിയത് a² - 2ab + b² എന്നുള്ള ഫോമില വന്നിരിക്കുന്നത്. അവിടുന്ന് ഇപ്പോൾ എയും ബിയും ഒക്കെ എന്താണ് എക്സും 1/8 ആണെന്ന് മനസ്സിലാക്കണം. അതായത് ശ്രദ്ധിക്കുക എന്നുണ്ട് a² - 2ab + b². ഇവിടെ ഒന്ന് എഴുതി കാണിക്കാം. a² - 2ab + b² which is equal to എന്താണ് a - b the whole square where a is equal to x and b is equal to 1/x ആണല്ലോ. സോ അങ്ങനെയാണ് ഡയറക്റ്റ് ആയിട്ട് ഇപ്പം എന്ന് പറയുമ്പോൾ ഇത് ക്യാൻസൽ ആയി പോയതിനു ശേഷം i2 വരുന്നത് ഉണ്ട്. അവിടെ ഉണ്ടെന്ന് നിങ്ങൾ ഓർക്കുവാണെങ്കിൽ കാര്യത്തിന് എളുപ്പമുണ്ടല്ലോ. എന്ന് പറയുമ്പോൾ ഇതിനെ നമുക്ക് എന്തെഴുതിയാൽ മതി ഇനിയിപ്പോൾ ഇതിനെ നമുക്കിത് x - 1/x ഉണ്ടോ ദ ഹോൾ സ്ക്വയർ എന്നങ്ങ് എഴുതിയാൽ പോരെ ഇതിനെ. വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 45. വിച്ച് ഈസ് ഈക്വൽ ടു 45. x - 1/x ഈക്വൽ ടു 45. നമ്മോട് ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് x - 1/x ആണ്. ഇവിടെ നമ്മൾ ചെയ്തപ്പോൾ കിട്ടിയ എന്താണ് x - 1/x ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ ഈ സ്ക്വയർ രണ്ട് സൈഡിലും മാറ്റി കഴിഞ്ഞാൽ x - 1/x ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്ത ആൻസർ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്താൽ മതി, ടേക്കിംഗ് സ്ക്വയർ റൂട്ട്സ് ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിലും സ്കോട്ട് എടുക്കും. എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടിടത്തും പോസിറ്റീവ് സ്കോട്ട് എടുത്താൽ മതി കേട്ടോ. എന്ന് പറയുമ്പോൾ ഇവിടെ ഓപ്ഷൻ ശ്രദ്ധിച്ചാൽ അറിയാമല്ലോ പോസിറ്റീവ് വാല്യൂസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ടേക്ക് ചെയ്താൽ മതി, പോസിറ്റീവ് സ്കോട്ട് എടുത്താൽ മതി. അപ്പോൾ പോസിറ്റീവ് സ്കോട്ട് എടുക്കുമ്പോഴത്തേക്കും ഇവിടെ സ്കോട്ട് എടുക്കുമ്പോൾ എന്ത് വരും, ഈ സ്ക്വയർ അങ്ങ് പൊക്കോളും. അപ്പോൾ നമുക്കിവിടെ എന്താ എഴുതാം അതിനെ x - 1/x എന്ന് എഴുതാൻ സാധിക്കും. x - 1/x കണ്ടോ ഈസ് ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്ത് വരും സ്ക്വയർ റൂട്ട് 45 എന്ന് വരും. അപ്പോൾ സ്ക്വയർ റൂട്ട് 45 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം ഈ 45ന് നമുക്ക് എന്ത് ചെയ്യാം 9 × 5 എന്ന് എഴുതാൻ സാധിക്കും. 9 × 5 ഉണ്ടോ. അപ്പം അതിൻ്റെ സ്കോട്ട്, അപ്പം 9ൻ്റെ സ്കോട്ട് എന്ന് പറയുമ്പോൾ 3 ആണ്. സോ നമുക്ക് എന്ത് കിട്ടും 3√5 എന്ന് എന്ത് ചെയ്യാം നമ്മുടെ ഫൈനൽ ആൻസർ എടുക്കാം 3√5 ഉണ്ടോ. സോ ദിസ് ഈസ് ദ ആൻസർ. 3√5 ഈസ് ദ ആൻസർ. അപ്പോൾ x - 1/xൻ്റെ വാല്യൂ എന്താണ് 3√5. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഇങ്ങനെ കണക്ട് ചെയ്ത് സോൾവ് ചെയ്യുന്നത് യൂസിങ് ദീസ് 2 ഐഡൻറ്റിറ്റീസ്. മനസ്സിലാക്കുക a + b the whole square ആൻഡ് a - b the whole square. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് s + 1/x ആണ്, കണ്ടുപിടിക്കുന്നത് എന്താണ് x - 1/x ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തു പോകുന്നത്. അപ്പോൾ അതിൻ്റെ വേരിയസ് സ്റ്റെപ്സ് എന്താണ് നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, നമ്മളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസിനും ഇങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് ഈ രീതിയിൽ കൂടെ നമ്മൾ ചെയ്തു പോകുന്നത് വിച്ച് ഇസ് ടൈം കൺസ്യൂമിങ് ചെയ്യാം. ഇവിടെ നമ്മൾ ചെയ്തു പോകുന്ന രീതി ഇതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ഇതേ മോഡലിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എങ്ങനെയാണ് ചെയ്തതിൻ്റെ ആൻസർ എടുത്തത്, അതായത് ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിനെ പറ്റിയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പോൾ അവിടുത്തെ കാൽക്കുലേഷൻ മാത്രം നിങ്ങളത് മനസ്സിലാക്കിയാൽ മതി. അതായത് ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടെ ഈ ക്വസ്റ്റ്യൻ ഇതുപോലെ വന്നിരിക്കുകയാണ് x + 1/x ഈക്വൽ ടു എന്നുള്ള വാല്യൂവിനെ ഞാൻ എന്ത് ചെയ്തു ഒരു k എന്നങ്ങ് എടുക്കുവാണെങ്കിൽ ഒന്ന് ജനറലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഴുതാം x + 1/x ഈക്വൽ ടു k. നമുക്കിവിടെ എന്ത് എഴുതാം x + 1/x ഈക്വൽ ടു k. ദെൻ x - 1/x ഈക്വൽ ടു എന്താണെന്ന് നമ്മോട് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആ റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്തു പോയ സ്റ്റെപ്സിനെ പറ്റി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഞാനൊന്ന് പറഞ്ഞാൽ നോക്കുക, ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്ത് 7² ആ പറഞ്ഞ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ നമ്മൾ എന്ത് ചെയ്ത് ആദ്യം ഒന്ന് സ്ക്വയർ ചെയ്തു. അപ്പോൾ അത് 7² ആണ്. സോ അതിനുശേഷം എന്ത് ചെയ്തു ഇവിടെ 2നെ അപ്പുറം കൊണ്ട് ചെയ്യുന്നു സബ്സ്ട്രാക്ട് ചെയ്തു. അതായത് നമ്മളവിടെ എഴുതുവാണെങ്കിൽ ചെയ്തു പോയത് k ആണ്. ആദ്യം നമ്മൾ എന്ത് ചെയ്ത് അതിനങ്ങ് സ്കോർ ചെയ്തു k². ദെൻ ആഫ്റ്റർ എന്ത് ചെയ്തു 2നെ അപ്പുറം കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്തു. സോ -2. ഓക്കെ, ദെൻ ആ സ്റ്റെപ്സ് ഇങ്ങനെ മുന്നോട്ട് പോയി. ഇതെവിടെ 2നെ സബ്സ്ട്രാക്ട് ചെയ്തു. ദെൻ ആ ശേഷം സ്റ്റെപ്പ് മുന്നോട്ട് പോയി. ദെൻ അതിന് ശേഷം നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് എന്ത് ചെയ്തു രണ്ട് സൈഡിലും 2 പിന്നെ എന്ത് ചെയ്തു സബ്സ്ട്രാക്ട് ചെയ്തു. സോ അടുത്ത സ്റ്റെപ്പിൽ എന്താ എഴുതാം k² - 2 അഗെയിൻ 2 സബ്സ്ട്രാക്ട് ചെയ്യുന്നു വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് അത് k² - 4 ആണ്. k² - 4. സോ ദെൻ ആഫ്റ്റർ നമ്മൾ എന്ത് ചെയ്തു അതിൻ്റെ എന്ത് ചെയ്തു സ്കോട്ട് എടുക്കുക ചെയ്തു. അതായത് നമ്മൾ ജനറലായിട്ട് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും മാത്രം പറഞ്ഞാൽ മതി. അതിൻ്റെ റൈറ്റ് ആൻസറിലുള്ള വാല്യൂ അത് k ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ജനറലായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ മതി k² - അതിൽ നിന്ന് 4 സബ്സ്ട്രാക്ട് ചെയ്ത്, അതായത് ആ പറഞ്ഞ റൈറ്റ് ആൻസറിലുള്ള വാല്യൂവിൻ്റെ സ്കോർ എടുത്ത് അതിൽ നിന്ന് 4 സബ്സ്ട്രാക്ട് ചെയ്ത് അതിൻ്റെ സ്കോട്ട് എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഈ ചോദ്യത്തിൻ്റെ ആൻസർ. സ്കോട്ട് k² - 4.
സ്ക്വയർ റൂട്ട് കെ സ്ക്വയർ മൈനസ് 4. ഇതാ ക്വസ്റ്റിലേക്ക് ഒന്നുകൂടെ വന്നേ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പെട്ടെന്ന് പറയാം. കെയുടെ വാല്യൂ എത്രയാണ്? അത് 7 ആണ് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഒന്ന് പെട്ടെന്ന് പറയാം, 7 ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു? 7 സ്ക്വയർ ചെയ്തു. 7 സ്ക്വയർ ചെയ്യപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വി ഗോട്ട് 49. ആ 49 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതാ ഇവിടെ എന്ത് ചെയ്യുന്നു? 4 മൈനസ് ചെയ്യുന്നു. സോ ജസ്റ്റ് മൈനസ് ദാറ്റ് 4 മൈനസ് ചെയ്യുന്നു. സോ വി ഗോട്ട് വിറ്റ് ഈസ് 45 ലഭിക്കുന്നു. ദെൻ ആഫ്റ്റർ എന്ത് ചെയ്യണം? അതിൻ്റെ സ്പോട്ട് എടുത്താൽ മതി. ഉണ്ട്, അതിലൂടെ ചെയ്തിരിക്കുന്നത്. സ്ക്വയർ റൂട്ട് 45 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എന്താണ്? അത് 3√5. അത് നമ്മുടെ ഓപ്ഷനിലുണ്ട്. ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ, 3√5. സോ ഈ മോഡൽ ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ ചോദിക്കും പരീക്ഷയ്ക്ക്. സോ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഇത്രയും സ്റ്റെപ്സ് എഴുതി ഈ മോഡൽ ക്വസ്റ്റ്യൻ ഇങ്ങനെ വന്നാൽ ഇത്രയധികം സ്റ്റെപ്സ് എഴുതി നമ്മുടെ സമയം കളയാൻ പാടില്ല. ഈ ക്വസ്റ്റ്യൻ ഇതുപോലെയാണെന്ന് അണ്ടർസ്റ്റാൻഡിങ് ആയി കഴിഞ്ഞാൽ ഈ ക്വസ്റ്റിനകത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടതെന്നാണ്, ഇതാ ഈ ഒരു ജനറൽ ഫോം മാത്രം മനസ്സിലാക്കിയാൽ മതി. സ്ക്വയർ റൂട്ട് കെ സ്ക്വയർ മൈനസ് 4 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. ആദ്യം ആ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള വാല്യൂ നമ്മളൊന്ന് സ്ക്വയർ ചെയ്തു. ദെൻ ആഫ്റ്റർ അതിൽ നിന്ന് എന്ത് ചെയ്തു? 4 മൈനസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ മതി, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. ക്ലിയർ ആണല്ലോ? അപ്പം വെയിറ്റ് ചെയ്തോണം. NTPC എക്സാമിന് ഇതേ മോഡൽ ഓഫ് ക്വസ്റ്റ്യൻസ് എന്നാണ് ഷോർട്ടായിട്ടും ചോദിച്ചിരിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് സമയം കളയാൻ പാടില്ല. അവിടെ നിന്നാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ളത് കൺഫ്യൂസിങ് ചെയ്യാനും പാടില്ല. ഇത്രയും മാത്രം ജസ്റ്റ് ഒരു സിമ്പിൾ ഷോർട്ട്കട്ടിൽ എന്താണ് നമ്മുടെ ആൻസർ റെഡിയാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ അല്ലേ? RRB NTPC 28/12/2021 ഷിഫ്റ്റ് 1 ചോദിച്ചൊരു ചോദ്യമാണ്. ട്രിഗ്നോമെട്രി ഒരു നല്ല ക്വസ്റ്റ്യൻ ആണ്. അതൊന്ന് വായിച്ചു നോക്കാം. ദ വാല്യൂ ഓഫ് സൈൻ 14 into sec 76 plus 3 cot 15 into cot 75 plus 2 tan 45 is. ഇതിൻ്റെ വാല്യൂ ചോദിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെയൊക്കെ ഈ ട്രിഗ്നോമെട്രിക് റേഷ്യോസിൻ്റെ ഒക്കെ ഈ പറഞ്ഞ ആംഗിൾസിലുള്ള വാല്യൂസ് അറിയാമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആൻസർ എടുക്കാം. പക്ഷേ എല്ലാ ആംഗിൾസിൻ്റെയും ഈ പറഞ്ഞ റേഷ്യോസ് ബേസ് ചെയ്തുള്ള ആംഗിൾസിൻ്റെയും വാല്യൂസ് ഒന്നും എല്ലാവർക്കും ഒന്നും അണ്ടർസ്റ്റാൻഡബിൾ അല്ല. ഇവിടെ നിങ്ങൾക്ക് ഓർമ്മയിൽ നിൽക്കുന്ന എല്ലാവർക്കും ടേബിൾസിനെ പറ്റി ഐഡിയ ഉള്ളവർക്ക് ഈ tan 45ൻ്റെ വാല്യൂവിനെ പറ്റി നല്ല ഐഡിയ ഉള്ളവരുണ്ട്. That is the value of tan 45. അപ്പോൾ tan 45 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, നമ്മൾ അതിനെ പൈ ചേർത്ത് എഴുതിയാൽ വിച്ച് ഈസ് എന്താണ്? tan π/4 ആണെന്ന് മനസ്സിലാക്കണം. tan π/4 വിച്ച് ഈസ് ഈക്വൽ ടു 1 ആണ്. tan π/4 എന്ന് പറയുമ്പോൾ പ്രൈമറി സ്റ്റാൻഡേർഡ് ആംഗിൾസിൽ പെടുന്നതാണെന്ന് പറയുന്നത് ഈ 45 ഡിഗ്രി വിച്ച് ഈസ് π/4 ആണ്. പക്ഷേ ഇവിടെ എന്താണ്? ഈ 75 ഡിഗ്രിയോ 15 ഡിഗ്രിയോ ഒന്നും ഒന്നാണ് പ്രൈമറി സ്റ്റാൻഡേർഡ് ആംഗിൾസിൽ വരുന്നതല്ല, സെക്കൻഡറി സ്റ്റാൻഡേർഡ് ആംഗിൾസിൽ പോകുന്നതാണ്. എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂസ് ഒന്നും എല്ലാവർക്കും മറ്റൊന്നും ബൈഹാർഡ് ആയിരിക്കണമെന്നില്ല. പക്ഷെ നമുക്ക് അതിനെ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ അവിടെ കോട്ട് A+B എന്നോ അല്ലെങ്കിൽ കോട്ട് A-B എന്നൊക്കെ എന്ത് ചെയ്യാൻ നമുക്ക് കണക്ട് ചെയ്ത് കോട്ട് 15 കോട്ട് 75 ഒക്കെ കൊണ്ടുവരാൻ സാധിക്കുകയാണ്. അപ്പോൾ അവിടെ നമുക്ക് സൈൻ 14 sec 76 ഒന്നും ആ രീതിയിൽ കണക്ട് ചെയ്ത് കൊണ്ടുവരാൻ അങ്ങനെ സാധിക്കത്തില്ല. കാരണം പ്രൈമറി സ്റ്റാൻഡേർഡ് ആംഗിൾസുമായിട്ട് എന്താണ് കണക്റ്റഡ് അല്ല. ഇതാണ് ഈ ക്വസ്റ്റ്യൻ എന്താണ്? അത്യാവശ്യം ഒരു ടേബിൾ ബേസ് ചെയ്തും അല്ലാതെ നമ്മൾ പഠിച്ച മറ്റൊരു ഒരു തിയറി അല്ലെങ്കിൽ ഒരു ഇക്വേഷൻ ബേസ് ചെയ്താണ് ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ ഞാൻ അതിനെ ക്വസ്റ്റിനെ ഒന്നുകൂടെ ഒന്ന് റീറിട്ടൺ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അത് റീറിട്ടൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഞാൻ അതിനെ ഇവിടെ എഴുതാം 5 sin 14 into ഇവിടെ ഈ സീക്ക് 76നെ എനിക്ക് എഴുതാം. ഈ സീക്കിൻ്റെ ഇൻവേഴ്സ് റെസിപ്രോക്കൽ എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതെന്താണ്? കോസ് ആണ്. ഇറ്റ് ഈസ് ഡിവൈഡ് ബൈ എന്താണ്? ഞാൻ ഇവിടെ എഴുതാണ് 1/cos 76 എന്ന് എനിക്ക് അതിനെ എഴുതുവാൻ സാധിക്കും. cos 76. ഓക്കെ, പ്ലസ് അടുത്ത എഴുതാം 3 cot 50. ഇവിടെ എഴുതാം 3 cot 50 ഇൻറ്റു cot 75. അപ്പോൾ കോട്ടിൻ്റെ ഇൻവേഴ്സ് റെസിപ്രോക്കൽ എന്താണ്? നിങ്ങൾക്കറിയാം tan ആണ്. നമുക്ക് എന്താ എഴുതാം? അതിനെ 1/ എന്തെഴുതാം? tan 75 എന്ന് എഴുതാം. ഇവിടം വരെ ഓക്കെ ആണല്ലോ? ഓക്കെ, പ്ലസ് എന്ത് വരുന്നു? 2 tan 45. നമുക്ക് ലാസ്റ്റ് എന്ത് ചെയ്യാം? tan 45ൻ്റെ വാല്യൂ എഴുതാം. പ്രശ്നമുള്ളതായാലും ഓൾറെഡി അത് 1 ആണ്. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഉണ്ടോ? ഇങ്ങനെ ഈ ക്വസ്റ്റിനെ നമുക്ക് ഇതിനെ മാറ്റി എഴുതാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? ഇനിയിപ്പോൾ ഇതിൻ്റെ അടുത്ത പോയിന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റിയാണ് ഞാൻ എന്ത് ചെയ്ത് നിങ്ങൾക്കിവിടെ പറഞ്ഞു തരാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഐഡൻറ്റിറ്റിയാണ്. അതായത് നിങ്ങൾക്കറിയാം ഇവിടെ സൈൻ 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു എന്താണ്? വിച്ച് ഈസ് കോസ് തീറ്റയാണ്. ഓൾസോ
കോസ് 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു, അപ്പോൾ തീറ്റ അവിടെ അക്യൂട്ട് ആംഗിൾ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം കേട്ടോ. കോസ് 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു അത് എന്ത് തന്നെയാണ്, സൈൻ തീറ്റയാണ്. അപ്പോൾ മനസ്സിലാക്കണം 90 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ അത് ലൈ ചെയ്യുന്ന ഏത് ക്വാഡ്രൻ്റാണ്, വിച്ച് ഇസ് ലൈസ് ഇൻ ദ ഫസ്റ്റ് ക്വാഡ്രൻ്റാണ്. സോ അവിടെ അതിൻ്റെ സൈൻ ചിഹ്നത്തെ പറ്റി മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഇവിടെ ടാനിനെ കണക്ട് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ ടാൻ 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു കോട്ട് തീറ്റയാണ്. ഓൾസോ കോട്ട് 90 മൈനസ് തീറ്റ ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ. ഉണ്ടോ, നമുക്ക് അതിനെ ഇങ്ങനെ റിട്ടേൺ ചെയ്യാൻ സാധിക്കും. അതായത് ഞാൻ പറഞ്ഞു വരുന്ന വേറെ ഒന്നുമല്ല, ഈ ക്വസ്റ്റിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. ഈ ക്വസ്റ്റിനെ എഴുതുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ ഇതിനെ എഴുതാം 5 സൈൻ 40 ഇൻറ്റു ഇവിടെ കോസ് 76നെ, അല്ലെങ്കിൽ ഇതിനെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല, ഇതേ തന്നെ ആയിക്കോട്ടെ. ഈ സൈൻ 14 നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും. അതിന് സൈൻ ഇപ്പോൾ 14 കിട്ടിയാൽ മതി, ഇൻ ടേംസ് ഓഫ് 90 എഴുതാം. സൈൻ 90 മൈനസ് 76 ചെയ്താൽ പോരെ. അപ്പോൾ നോക്കിയാൽ 90 76 കുറച്ചാന്നാണ് 14 ഉണ്ടോ, സൈൻ 40 എഴുതിയ രീതി ഉണ്ടല്ലോ. ഇൻറ്റു എന്തെഴുതാം, ബാക്കി പഴയതുപോലെ തന്നെ കോസ് 76 ഉണ്ടോ, കോസ് 76 എഴുതാൻ സാധിച്ചു. പ്ലസ് 3 ഇൻറ്റു കോട്ട് 15നെ നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റി എഴുതിയാൽ, അപ്പോൾ 15 കിട്ടിയാൽ മതി എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം, കോട്ട് ഇൻ ടേംസ് ഓഫ് 90 ചേർത്ത് എഴുതാൻ 90 മൈനസ് എന്ത് എഴുതാം, 15 കിട്ടണമെങ്കിൽ എന്ത് മൈനസ് ചെയ്യണം, 75 മൈനസ് ചെയ്താൽ മതി. അപ്പം 90 മൈനസ് 75 ചെയ്താൽ അത് 15 ഉണ്ടോ. കോട്ട് 50യെ ഈ രീതിയിൽ കൊണ്ടുവന്നു ഉണ്ടോ. ഇൻറ്റു എന്ത് വരും, 1/tan75 ഇത്ര എഴുതാൻ സാധിച്ചു. ഇനിയിപ്പോൾ ബാക്കി ഇങ്ങോട്ട് 2 tan 45 ആണ്. ഇപ്പോൾ tan 45ൻ്റെ വാല്യൂ എത്രയാണ്, 1 ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം, 2 × 1 എന്ന് എഴുതി അവിടെ അങ്ങ് എന്ത് ചെയ്യാം, ഇപ്പോൾ കൊടുക്കുന്നുണ്ട് കുഴപ്പമില്ലല്ലോ. അതായത് ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, ഈ ഒരു രീതിയിൽ വന്നിരിക്കുകയാണ്. ക്ലിയർ ആണല്ലോ, സംശയമില്ലല്ലോ ഉണ്ടോ. ഇങ്ങനെ മാറ്റി എഴുതി. ഇനിയിപ്പം നമ്മൾ പഠിച്ച ആ ഐഡൻറ്റിറ്റി ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ. ഇനിയിപ്പോൾ കാര്യത്തിന് എളുപ്പമുണ്ട്. അപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതുണ്ടോ, ഇതിൽ സൈൻ 90 മൈനസ് തീറ്റ എന്നാണ് കോസ് തീറ്റ. അപ്പോൾ തീറ്റയുടെ പ്ലേസ് വന്നിരിക്കുന്നത് എന്താണ്, അത് 76 ആണ് ഉണ്ടോ ഇവിടെ ഈ ഇതിൽ. അതുപോലെ കോട്ട് 90 മൈനസ് തീറ്റ എന്താണ്, അത് ടാൻ തീറ്റ. അപ്പോൾ തീറ്റയുടെ പ്ലേസ് വന്നിരിക്കുന്ന അവിടെ എന്താണ്, അത് 75 ആണെന്നുള്ള കാര്യം മനസ്സിലാക്കണം കേട്ടോ. അപ്പോൾ ഈ ക്വസ്റ്റിനെ നമ്മൾ ഇനി അങ്ങനെ ഒന്ന് മാറ്റി എഴുതി കഴിഞ്ഞാൽ, ഞാൻ ചെയ്യാൻ പോകുന്ന ഈ ക്വസ്റ്റിനെ ഒന്ന് മാറ്റി എഴുതാൻ പറ്റും. സൈൻ 90 മൈനസ് തീറ്റ. അപ്പോൾ ഈ 90 മൈനസ് തീറ്റയെ നമുക്ക് എന്ത് എഴുതാം, തീറ്റ അത് ഇവിടെ എത്രയാണ് 76 ആണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കോസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് 76 ആക്കി എഴുതാം എന്നുള്ള കാര്യം അവിടെ നിന്ന് മനസ്സിലാക്കണം. ഇവിടെ നമുക്ക് എന്ത് എഴുതാം, അതിനെ കോസ് 76. അപ്പോൾ 5 കോസ് 76 എന്ന് എന്ത് ചെയ്യാം, അതിനെ എഴുതാൻ സാധിക്കും. ഓക്കെ, ഇനി നോക്കുക, ഇത് കോസ് 76 ആയി ഈ ഒരു പോർഷൻ. ഇനി പോട്ട് ഇൻറ്റു വരും, ഇൻറ്റു 1/cos 76, 1/cos 76 എന്ന് എഴുതാൻ സാധിച്ചു. പ്ലസ് 3 കോട്ട് 90 മൈനസ് തീറ്റ. അപ്പോൾ കോട്ട് 90 മൈനസ് തീറ്റയുടെ പ്ലേസ് എന്താണ് 75, എന്ത് വരും, അത് ടാൻ തീറ്റ. അപ്പം എന്നാൽ ടാൻ 75 എന്ന് വരും. പ്ലസ് 3 ഇൻറ്റു കോട്ട് 90 മൈനസ് തീറ്റ, അതിനെ ടാൻ 75 എന്ന് എഴുതാം. ടാൻ 75 എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, അത് ക്യാൻസലായി പോകുന്നത് മീൻ ചെയ്യുന്നത് കേട്ടോ. ഇൻറ്റു 1/tan 75. എഴുതി കഴിഞ്ഞോ, ഇല്ല. പ്ലസ് എന്ത് വരും, 2 × 1 വിച്ച് ഈസ് 2. ഇങ്ങനെ ഇത്രയും എഴുതുവാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ എഴുതിയ രീതി, ആർക്കും സംശയമില്ലല്ലോ, ഓക്കെ അല്ലേ. സോ അങ്ങനെയെങ്കിൽ ഇനിയിപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി, ഒന്ന് ക്യാൻസൽ ചെയ്താൽ മതി, നമ്മുടെ ആൻസർ റെഡി. അപ്പോൾ കോസ് 76ഉം കോസ് 76ഉം ക്യാൻസൽ ആയി പോകുന്നു, ടാൻ 75ഉം ടാൻ 75ഉം ക്യാൻസൽ ആയി പോകുന്നു. നമുക്ക് ലെഫ്റ്റ് ആവുന്ന വാല്യൂസ് എന്തൊക്കെയാണ്, ഇവിടെ എന്ത് ചെയ്തു, 5 × 1 ജസ്റ്റ് ലെഫ്റ്റ് ആവുന്ന 5ഉം പ്ലസ് പിന്നെ അവിടെ 3 × 1 3ഉം പ്ലസ് എന്ത് വരും 2ഉം കൂടെ വരുന്നു. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും,
10 എന്ന് വരും. 10 ഉണ്ടോ? 10 ഈസ് ദ ആൻസർ. സോ ദിസ് ഈസ് ദ ആൻസർ ഉണ്ടോ? സോ അത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ഓപ്ഷൻ ഒന്ന് നോക്കാം. ഓപ്ഷൻ ബി, ഓപ്ഷൻ ബി 10 ഈസ് ദ ആൻസർ. ക്ലിയർ ആണല്ലോ? ചെയ്ത രീതി കണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ ചെയ്ത ലോജിക്ക് എന്ന 2 ലോജിക്സ് അവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. എന്താണ്? ഒന്ന്, ടേബിളിനെ പറ്റി ഒരു അണ്ടർസ്റ്റാൻഡിങ്, tan 45 വേറൊന്നുമില്ല. രണ്ടാമതെന്താണ്? ഈ ഇമ്പോർട്ടൻറ്റ് ഐഡൻറ്റിറ്റി, എന്താ? sin 90 minus theta equal to cos theta, also cos 90 minus theta equal to sin theta, and also tan 90 minus theta equal to cot theta, cot 90 minus theta equal to tan theta ആണ്. എന്ന് പറയുമ്പോൾ ഇവിടെ സൈനും കോസും ഈ ടാനും കോട്ടും റെസ്പെക്റ്റീവ്ലി എന്താണ്? കോംപ്ലിമെൻ്ററി പെയേഴ്സ് ആണ്. അപ്പോൾ കോംപ്ലിമെൻ്ററി പെയേഴ്സ് ബേസ് ചെയ്തുള്ള ഇക്വേഷനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻ ആണിത്. അപ്പോൾ ഇവിടെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണുന്ന സ്റ്റുഡൻസിന് വേണമെന്ന് ഈ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ തന്നെ ഇവിടെ പറയാൻ പറ്റും കേട്ടോ. ഈ sin 40 ഇൻറ്റു 1/cos 76 എന്ന് എഴുതുമ്പോൾ ഇവിടെ ഇത് നമ്മളുള്ള സം അത് 90 വന്ന് 76 + 14 ചെയ്യുമ്പോൾ 90 വന്ന് അത് കോംപ്ലിമെൻ്ററി പെയേഴ്സ് ആയതുകൊണ്ട് തന്നെ ദിസ് ഈസ് ക്യാൻസൽ. അത് ക്യാൻസലായി പോകുന്നുള്ള കാര്യം അവിടെ നിന്ന് തന്നെ എന്ത് ചെയ്യാം? അത് അറിയാൻ സ്റ്റുഡൻസിന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ tan 75 ഈ 15 75 ആകുമ്പോൾ 90 ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഇവിടുന്ന് ക്യാൻസലേഷൻ ആയി പോകുന്നുള്ള കാര്യം മനസ്സിലാക്കുന്നു. അതുപോലെ tan 45ൻ്റെ വാല്യൂ അത് 1 ആയതുകൊണ്ട് തന്നെ ഇത് അറിയാത്ത സ്റ്റുഡൻസ് എന്ത് ചെയ്യാം? ഈ ഒരു സ്റ്റെപ്സ് ഇങ്ങനെ ഇത്ര എഴുതി കഴിഞ്ഞാൽ തന്നെ ബാക്കി എഴുതി ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. ഇപ്പോൾ 5 + 3 + 2 എന്ന് എന്ത് ചെയ്യുക? ആൻസർ 10 എടുത്ത് അവിടുന്ന് അങ്ങനെ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? അവിടുന്ന് വൈൻഡ് അപ്പ് ചെയ്യാൻ സാധിക്കും. ക്ലിയർ ആണല്ലോ? സോ ട്രിഗ്നോമെട്രിയുടെ ഈ പറഞ്ഞ ഡേറ്റിൽ ചോദിച്ച വളരെ നല്ലൊരു ചോദ്യമായിരുന്നു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ സ്റ്റുഡൻസ് എന്ത് ചെയ്യണം? ഈ ഒരു ഐഡൻറ്റിറ്റീസ് നിങ്ങൾ എന്ത് ചെയ്യണം? കൃത്യമായും അണ്ടർസ്റ്റാൻഡ് ചെയ്ത് വെച്ചാൽ മതി. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? ഉറപ്പായിട്ടും RRB NTPയുടെ എക്സാമിന് എന്ത് ചെയ്യും? നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതുപോലെ SSCയുടെ CGL-ലും CHS-ലും ഒക്കെ എന്താണ് ഈ പറയുന്ന ഐഡൻറ്റിറ്റീസ് ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതുപോലുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്ത് അണ്ടർസ്റ്റാൻഡബിളായ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതെങ്ങനെയാണ് ചെയ്യണം എന്നുള്ളത് കേട്ടോ. പത്രത്തിൽ വളരെയധികം ഡീപ്പായിട്ട് അതിനെപ്പറ്റി ഈ ഐഡൻറ്റിറ്റീസിനെ പറ്റിയും ഒക്കെ എന്താണ് നല്ലോണം നോളജ് ആക്കി വെച്ചിട്ട് വേണം എല്ലാം എന്ത് ചെയ്യാണ്ട് ഈ എക്സാം എഴുതാൻ വേണ്ടി എല്ലാവരും പോകാൻ ചെയ്യാൻ. ഓക്കെ ആണല്ലോ? സോ ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ചെയ്തത് എല്ലാവർക്കും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ സ്റ്റുഡൻസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത 2 ക്വസ്റ്റ്യൻസിൻ്റെയും ആ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ടും മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. സോ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അടുത്ത വീഡിയോയിൽ കുറേയേറെ നല്ല ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. സോ താങ്ക് യു വെരി മച്ച്.